ഈ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം മോഷണം നടത്തിയെന്ന് വരെയുള്ള ആരോപണം നടത്തി, പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ ഇപ്പോൾ സർക്കാർ എല്ലാത്തിൽ നിന്നും പിന്തിരിയുകയാണ്. കാരണം സർക്കാരിന് മനസ്സിലായി ഇത് ഹാരിസിനെതിരെയുള്ള ആരോപണം നിൽക്കുന്നതല്ല എന്നുള്ളത്. അദ്ദേഹം കൃത്യമായി അതിന് മറുപടി നൽകുകയും ചെയ്തു. എങ്ങനെ കാണാം ഇതിനെ? നമ്മൾ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. ആരോഗ്യമന്ത്രി ഹാരിസ് ഈ ഡോക്ടർ ഹാരിസ് അവിടുത്തെ ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ അവിടുത്തെ അപര്യാപ്തതകളെ കുറിച്ച്, മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളെ കുറിച്ച് പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം, ഡോക്ടർ ഹാരിസ് നല്ലൊരു ഡോക്ടറാണ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മാത്രമാണ്. അതൊരു നല്ല ഒരു പ്രതികരണം മാത്രമാണ്. നമ്മൾക്കെല്ലാം കേരളത്തിലെ ആരോഗ്യ മേഖല എൻ്റെയൊക്കെ അനുഭവത്തിൽ ഇപ്പം പലരും അത് ചോദിക്കും, മുഖ്യമന്ത്രി എന്തിനു പിന്നെ അമേരിക്കയിൽ പോയെന്ന്. പക്ഷേ ഇവിടുത്തെ എല്ലാ സാധാരണക്കാർക്കും അമേരിക്കയിൽ പോകാൻ പറ്റില്ല. ഇന്ന് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ കയറി ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇന്ന് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലുമുണ്ട്. പക്ഷെ അപ്പോഴും പല ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉപകരണങ്ങളുടെ ഒരു അപര്യാപ്തത എല്ലാ ആശുപത്രികളും നേരിടുന്നുണ്ട്. അതിപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അന്താരാഷ്ട്ര നിലപാടുകളും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ ഇതിലുണ്ടാവാം. പക്ഷേ ഈ ഹാരിസ് ഡോക്ടർ താൻ അനുഭവിക്കുന്ന ഒരു ന്യൂറോ HOD എന്ന നിലയിൽ ഇത്ര അധികം സാധ്യതകൾ ലോകത്താകമാനം ന്യൂറോ സർജന്മാർക്ക് ഉള്ള സമയത്ത് സർക്കാരിൻ്റെ ആശുപത്രിയിൽ തന്നെ പണിയെടുക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഡോക്ടറെ അദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കൽ ആ വിഷയം ചർച്ച ചെയ്യുകയും ആ വിഷയത്തിൻ്റെ എല്ലാം പരിഹരിക്കുകയും ഒരു ഷോക്കോസ് നോട്ടിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആരോ ഒരു കുതന്ത്രം മെനഞ്ഞ് ഈ ഡോക്ടർക്കെതിരായ അന്വേഷണം നടത്താനും അതിൽ ഒരു കള്ളത്തരം, ഡോക്ടർ കള്ളനാണ് എന്ന നിലയിൽ വരുത്തി തീർക്കാനും ഇന്നലെ മിനിയാന്നായിട്ട് നടന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള പരിപാടിയാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ ആരോഗ്യ മേഖലയിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇന്നലെ മിനിയാന്നുമായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ആത്മാർത്ഥമായ രീതിയിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് കമ്പയർഡ് ടു സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ ശമ്പളത്തിനും അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ ഷോർട്ടേജുകളിലും രോഗികളുടെ വലിയ രീതിയിലുള്ള തിക്കിത്തിരക്കലുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ബാഹുല്യമാണ് രോഗികളുടെ ഉണ്ടാകുന്നത്. അവരെയൊക്കെ മനസമാധാനത്തോടു കൂടി നല്ല രീതിയിലും ചികിത്സിച്ച് നല്ല അഭിപ്രായം ഈ ഡോക്ടർമാരുടെ പരിശ്രമ ഫലമായിട്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ 1ാം നമ്പർ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ അവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് കേരളം 1ാം നമ്പർ ആവണത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മന്ത്രി വിചാരിച്ച കേരളം 1ാം നമ്പർ ആവില്ല ആരോഗ്യ മേഖലയിൽ. ആരോഗ്യ മേഖലയിൽ ഇത്തരം ഡോക്ടർമാരുടെ അതിതീവ്രമായിട്ടുള്ള ത്യാഗത്തിൻ്റെ ഭാഗമാണ് കേരളം 1ാം നമ്പറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡോക്ടർമാരെ അനാവശ്യമായി ക്രൂശിക്കാനും കള്ളനാക്കാനും വളരെ ഗൂഢാലോചന നടത്തിയതാണെന്ന് ഇന്നലത്തെ പ്രിൻസിപ്പാൾ ആരുടെയോ കയ്യിൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പാളും കൂടെ ഇരുന്ന സൂപ്രണ്ടും ആരുടെയോ കൈകളിലെ പാവകളായി മാറി എന്നുള്ളത് ഇന്നലെ എല്ലാവരും കേരളത്തിൽ കണ്ടതാണ്. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെയും പ്രതിച്ഛായ തകർക്കുന്ന നിലയിലുള്ള ഒരു പത്രസമ്മേളനമായിരുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അത് കേരളത്തിനും ഈ സർക്കാരിനും വലിയ അപമാനമാണ് ഉണ്ടാക്കിയത്. ഒരാൾ പോലും കേരളത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാരിസ് ഡോക്ടറിനെതിരായിട്ട് സംസാരിക്കുന്നവരാരുമില്ല. ഈവൻ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ പോലും ഡോക്ടർ ഹാരിസിനെതിരെ അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ മറ്റു ഡോക്ടർമാരുടെ കൂടെ അവർക്ക് പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുക എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ആ പ്രതിഷേധത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഡോക്ടർ ഹാരിസിന് ഇന്നിപ്പോൾ വീണ്ടും ജോലിക്ക് കയറുന്നതും സർക്കാർ സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. കാരണം ഇപ്പോൾ സർക്കാർ ആശുപത്രികളുടെ നിലവാരം മാറി നല്ല വൃത്തിയും അതോടൊപ്പം തന്നെ ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്നു. സ്വാഭാവികമായി അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അത് മാത്രമല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളെ കുടുക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ഇന്നിപ്പോൾ ലോകത്തിന്റെ മാറ്റം ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം.
ഈ ലോകത്തിന്റെ സാങ്കേതിക വിദ്യയുടെയും വിഷ്വൽ മീഡിയയുടെയും ഒക്കെ ഒരു സാന്നിധ്യം കളവ് ചെയ്യാൻ പറ്റാത്ത നിലയിലായിരിക്കുകയാണ് അല്ലേ? ഇന്നലെ ഒരു ഫോൺ വന്നു ആ പത്രസമ്മേളനത്തിൽ. ആ ഫോണിന്റെ സംസാരിച്ച കാര്യങ്ങൾ ആദ്യം ഈ പത്രക്കാർക്ക് കിട്ടിയില്ലെങ്കിലും പിന്നീട് അവർ ഡീകോഡ് എടുത്ത് ചെയ്ത് അത് ഈ ലോകം മുഴുവൻ അറിയിച്ചു. അത് എന്ത് വലിയ നാണക്കേടാണ് ഉണ്ടായത് ആ പത്രസമ്മേളനം നടത്തിയ ആളുകൾക്ക്. അപ്പോൾ ഇവർ പറയുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണല്ലോ. അപ്പൊ സർവീസ് ചട്ടത്തിൽ ലംഘനം നടത്തിയ ഒരാൾക്കെതിരെ പത്രസമ്മേളനം നടത്തിയാണോ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നത്? അത് അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുക, അയാളുടെ വിശദീകരണം തേടുക. അതൊരു ഇന്റേണൽ പ്രോസസ്സായിട്ട് നടക്കുന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഈ അപര്യാപ്തതകളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ പോയിട്ടുണ്ടോ? മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നു, ഏറ്റവും നല്ല ഡോക്ടർമാരുണ്ട് എന്ന് പറയുമ്പോഴും അവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അത്രയധികം രോഗികളാണ് അവിടെ വരുന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ ന്യൂറോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രോഗിക്ക് ഒരു ശസ്ത്രക്രിയക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്ര നാളാ പിടിക്കുന്നത്? കാരണം ക്യൂല് നിൽക്കുകയാണ്. അത്രയധികം രോഗികൾ വരുമ്പോൾ അതനുസരിച്ചുള്ള ഉപകരണങ്ങളും അതനുസരിച്ചുള്ള അക്കോമഡേഷനുള്ള സംവിധാനങ്ങളും ഡെവലപ്മെന്റുകളും ഉണ്ടാവണം. ആ ഒരു അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അത് അത്തരത്തിൽ അപര്യാപ്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പരസ്യമായത് പറയേണ്ട കാര്യമില്ല. അത് പ്രോപ്പർ ഡോക്ടർ എന്താ പരസ്യമായിട്ട് പറഞ്ഞത്? പക്ഷെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പലതവണ ഇത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു, പരാതി കൊടുത്തു. അതിനുശേഷം ഒന്നും നടപടി ഉണ്ടാകാതെ സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു പയ്യനെ ഇതുപോലെ ശസ്ത്രക്രിയ ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞയക്കേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതെ, പല പരാതികൾ കൊടുത്തിട്ട് പരിഹാരം ഇല്ലാതായപ്പോഴാണ് അദ്ദേഹം ഓപ്പണായിട്ട് പ്രതികരിച്ചത്. ഇനി ചട്ടങ്ങൾ പ്രകാരം ഓപ്പണായിട്ട് പ്രതികരിക്കാൻ പാടില്ല. അതിന് അദ്ദേഹത്തിന് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. അതെന്താണ് പ്രശ്നങ്ങൾ, അത് നമ്മൾക്ക് പരിഹരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം വീണ ജോർജ് പറഞ്ഞത് വളരെ ശരിയായിരുന്നു. പക്ഷെ പിന്നീട് വീണ ജോർജ് മന്ത്രി പറയുന്നത് മുഴുവനും ഡോക്ടർക്കെതിരെയും ആരോ മന്ത്രിനെ തിരിച്ച പോലെയും വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എങ്കിലും ലോകത്തിനും ഈ കേരളത്തിലെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഇപ്പൊ ഈ H1N1 എന്ന് പറയുന്നത് നേരത്തെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നൊരു കേസാണ്. ഇപ്പോ നമ്മുടെ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്ര സീരിയസ് ആയിട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൊറോണ ഇല്ലാത്ത ആൾക്കാരില്ല. ആർക്കെങ്കിലും കൊറോണയുടെ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകാൻ എവിടെയെങ്കിലും സൗകര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നാ കൊറോണ ഇല്ലേ നമ്മുടെ നാട്ടില്? കോവിഡ് ഉണ്ട്. ഈ വരുന്ന എല്ലാ പനികളും കോവിഡ് ആണോ ഇല്ലയോ എന്ന് പോലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല ആളുകളും, എൻ്റെ ഒക്കെ എത്ര സുഹൃത്തുക്കളാണ് കോവിഡായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് കേരളത്തില് കോവിഡ് വ്യാപകമാണ്. അതിനേക്കാൾ സീരിയസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ H1N1 ആയിട്ട് ആ ഹോസ്റ്റൽ പരിപൂർണമായിട്ട് അടച്ചിടേണ്ട അവസ്ഥ വന്നു. ആ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ പിള്ളേര് വന്നിട്ടില്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള H1N1 ഉണ്ടായിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ആരോഗ്യ മേഖല സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരാളെ ക്രൂശിച്ചതുകൊണ്ട്, ഒരാൾ തുറന്നു പറഞ്ഞ ഒരാളെ ക്രൂശിക്കുന്നത്, അത് കാണുന്നത് ഈ സർക്കാരിന് എതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.